നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ കൊണ്ട് നമ്മളെ ഈ ഒരു ചാനൽ 2 ലക്ഷം ഫാമിലി ആവാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് കാണുന്ന എല്ലാവരും എൻ്റെ വാടക വീടുന്ന ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. പിന്നെ ഇന്നിപ്പോൾ രാത്രിയിൽ കാപ്പിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കല്ല് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട് ഒരു 4 വറ്റൽമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 വറ്റൽമുളകും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കല്ലുപ്പാണ് വെച്ചരയ്ക്കുന്നത്. കല്ലുപ്പ് വെച്ചരച്ച് നമുക്കങ്ങനെ ആ ഒരു ശീലം വന്നതിനെ കൊണ്ട് കല്ലുപ്പ് എപ്പോഴും ഇവിടെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചമ്മന്തി അരയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കറികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ കല്ലുപ്പ് വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുക്കുന്നത്. ചമ്മന്തിപ്പൊടി നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കടുക് വറുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടാണ് മാവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് നേരത്തെ കൂട്ടിയൊന്നും ദോശയൊന്നും ചുട്ട് മാറ്റിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാവ് തയ്യാറാക്കി എടുക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഗോതമ്പ് ദോശയൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിക്കാണോ നിങ്ങളെല്ലാവരും മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നത്, ഇങ്ങനെയാണോ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്കൊന്ന് അറിയാനായിട്ടൊക്കെ പറ്റുമല്ലോ. പിന്നെ ഞാനിവിടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയുള്ളിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ചെറിയുള്ളി വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, അരച്ചങ്ങ് പേസ്റ്റ് മാതിരിയോ അങ്ങനെ ഒന്നും എടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ കല്ലില്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടികല്ലുണ്ടല്ലോ, ഇത്തിരി വലുപ്പമുള്ള ഇടികല്ലൊക്കെ മേടിച്ചൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചമ്മന്തിയൊക്കെ അരച്ചെടുത്തൊക്കെ ഒന്ന് കഴിക്കാനായിട്ടൊക്കെ നോക്കണേ. മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ പൊടിച്ചെടുക്കുന്നതിനെക്കാട്ടിയും കല്ലിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലും ചെറിയ ഉള്ളിലേക്ക് ആ ഒരു നീരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ല തുറുതുറ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ കല്ല് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ കല്ലെല്ലാം കഴുകി ഇനിയിപ്പോൾ അതിനെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നേരത്തെ ഒത്തിരി വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പൊതിച്ചോറ് കൊടുക്കൊക്കെ നിർത്തിയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പൊതിച്ചോറ് കൊടുക്കുന്നത് നിർത്തി വെച്ചത് വേറൊന്നും അല്ല. കാര്യം എനിക്ക് വയ്യാതെയൊക്കെ വന്നത് കൊണ്ട്, അടിക്കടിയായിട്ട് ഇങ്ങനെ വയ്യാതെ വരുന്നതിനെ കൊണ്ട് നമ്മൾ നിർത്തി വെച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വന്ന് സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല. മക്കൾ 2 പേരും ആണല്ലോ. അപ്പോൾ മോള് രാവിലെ പഠിക്കാനായിട്ട് പോകും, മോള് കൊട്ടാരക്കരയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൈ സഹായം എന്ന് പറയുമ്പോൾ മക്കളായിരുന്നു. അപ്പോൾ അവൾ പഠിക്കാനായിട്ട് പോയി. പിന്നെ മോനിപ്പം എനിക്കിങ്ങനെ വയ്യാതായപ്പോൾ പിന്നെ ഞാനും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് തീരെ വയ്യാതെയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് നിർത്തി വെച്ചിട്ട് മോനിവിടെ അടുത്തൊരു കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ കടയിൽ പോയി തുടങ്ങിയത് വേറൊന്നുമല്ല, അഡ്മിഷനും കാര്യങ്ങളൊന്നും റെഡിയായി വന്നിട്ടില്ല. നേരത്തെ 1-2 പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അഡ്മിഷനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടോ എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 270 പേരെ വിളിച്ച് നിർത്തിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ IT-യുടേത് തിരക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്. അപ്പോൾ ആറ്റിങ്ങിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ലിസ്റ്റിൽ പേര് കിടക്കുന്നു. അപ്പോൾ അവിടെ എക്സാമൊക്കെ നടക്കുന്നതിനെ കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും 270 പേരെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി വിളിക്കുള്ളൂ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓണം അടുപ്പിച്ച് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും തുടർന്ന് അങ്ങോട്ട് നമ്മൾ വീഡിയോ ഇട്ട് പോകുമ്പോഴത്തേക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും വീഡിയോയുടെ കൂടെ പറയും. നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ പറഞ്ഞത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് മാവ് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ നമ്മൾ മാവിട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു തവി കൊണ്ട് വേണമെങ്കിലും കൈ കൊണ്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ മിക്സിയുടെ ജാറിലാകുമ്പോഴത്തേക്ക് നമുക്കൊരു മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ഉപ്പ് നീരൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു തരി പോലും കട്ട കാണേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ട ചേർത്തിട്ടാണല്ലോ. ഇപ്പം മുട്ട ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ തേങ്ങ ചേർത്തിട്ട് വേണമെങ്കിലും ഈ ഒരു രീതിക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കോരി ഒഴിക്കത്തക്ക രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ കല്ല് വെച്ച് കൊടുക്കുന്നത്. ഇരുമ്പിലെ കല്ലായതുകൊണ്ട് നല്ലതുപോലെ പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് പാടാണ്, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ തടവിയതിന് ശേഷമാണ് മാവ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചുവിട്ട് ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് മൊത്തത്തിൽ നമുക്ക് ചുട്ടെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ കല്ലിൽ എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇരുമ്പ് കല്ലിനകത്ത് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അത് ഇളവി കിട്ടാനായിട്ട് നല്ല പാടായിരിക്കും.
പിന്നെ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് മാത്രം 1-2 തവണ അങ്ങനെ എണ്ണ തടവി കൊടുത്താൽ മതി. അല്ലാതെ എപ്പോഴും എണ്ണ തടവിയിട്ട് നമ്മൾ ചുട്ടെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ടേ. നല്ല രീതിക്ക് തന്നെ ഇളവി കിട്ടും. നല്ല വഴുക്കലുണ്ട് കേട്ടോ കല്ലിന്. കാരണം എണ്ണ പുരട്ടി വെച്ചിരുന്നതിനെ കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. പിന്നെ മണിയെ ഇന്നത്തെ ദിവസമേ ഇവിടെ ഇല്ലായിരുന്നു. എവിടെയൊക്കെ പോയിട്ടൊക്കെ ഇവിടെ വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോഴും നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുട്ട ചേർത്തിട്ടോ അല്ലെങ്കിൽ മുട്ട ചേർക്കാതെ തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെ എങ്ങനെ വേണമെങ്കിലും ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പുനീരൊക്കെ ഒഴിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല കട്ടി കുറച്ച് തീരെ നൈസായിട്ട് ഇതേമാതിരി തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. പിന്നെ കറണ്ട് വന്നും പോയി നിൽക്കുന്നതിനെ കൊണ്ട് ഇപ്പോൾ ചെറിയ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് മാത്രമല്ല മോൻ വന്നിട്ടില്ല. മോൻ ഇനിയിപ്പോൾ വരാറായിട്ടുണ്ട്. നമ്മളെ മണിയനും മിന്നും ഇവിടെ മുറ്റത്തിറങ്ങി ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ മോൻ വരുമ്പോഴത്തേക്ക് പാലിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലും നാളത്തേക്കുള്ള ഇത്തിരിപ്പൂന സാധനങ്ങളൊക്കെ മേടിച്ചും കൊണ്ട് വരുന്നുണ്ടേ. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.